ശിവഗിരി മഠത്തിലെ ആദ്യ സന്യാസിനിയും പറവൂർ വടക്കേക്കര പാല്യത്തുരുത്ത് ശ്രീനാരായണ സേവികാ ആശ്രമത്തിൻ്റെയും VSPM ട്രസ്റ്റിൻ്റെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും സ്ഥാപകയുമായ സ്വാമിനി അമൃതമാതയുടെ 100ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികളുടെ നടത്തിപ്പിനായി വിപുലമായ സ്വാഗതസംഘം രൂപീകരിച്ചു. മഠാധിപതി സ്വാമിനി ശാരദപ്രിയ മാത, ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ PV സുരാജ് ബാബു, സെക്രട്ടറി തമ്പി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ അമ്മയെ ആദ്യമായി കാണുന്നത് 93-ലാണ്. അമ്മയോടൊപ്പം സ്ഥിരം താമസം തുടങ്ങിയത് 94 ജനുവരി 1-ാം തീയതിയാണ്. അമ്മ ഈ ആശ്രമത്തിന് വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കുകയും ജനസേവനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമ്മയുടെ 100ാം വാർഷികത്തിന് വേണ്ടി ശക്തമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രൊഫസർ സുരാജ് ബാബു സാറും സെക്രട്ടറി തമ്പി സാറും മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവിധ പ്രവർത്തനങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് VSPM ട്രസ്റ്റിൻ്റെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും സ്ഥാപകയായ സ്വാമിനി അമൃതമാതയുടെ 100ാം ജന്മദിനം. ഈ ജന്മദിനം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതിനാണ് ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും ഈ ട്രസ്റ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വിവിധ പരിപാടികൾ നല്ല രീതിയിൽ നടത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പല കമ്മിറ്റികളും ഈ ട്രസ്റ്റ് രൂപീകരിച്ചു. വനിതാ ശാക്തീകരണത്തിനും വനിതകളുടെ ഉന്നമനത്തിനും ലക്ഷ്യമിട്ടുകൊണ്ട് 1918 ശ്രീനാരായണ ഗുരുദേവൻ സിലോണിൽ നിന്നും ഇറക്കിയ ഒരു സന്ദേശമാണ് ഈ സംഘടനയുടെ അടിസ്ഥാനശില. അതിൽ പറയും വിധം വനിതകളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി അക്കാലത്ത് നാരായണ ഗുരുദേവൻ തുടങ്ങിവെക്കാൻ ആഗ്രഹിച്ച കർമ്മ പരിപാടികൾ ക്ഷാമകാലമായതിനാൽ തുടർന്നു പോകാൻ കഴിയില്ല എന്ന് സ്വാമി തന്നെ വിവക്ഷിച്ച നേരം അതിൻ്റെ അനുയായികൾ അക്കാര്യം മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ആ ദൗത്യം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഉദ്ധാരണത്തിന്, ഈ ഗ്രാമീണരുടെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് വേണ്ടി സ്വാമിനി അക്ഷീണം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ശ്രീനാരായണ സേവിക ആശ്രമത്തിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വനിതകളുടെ ക്ഷേമത്തിനായി ഒരു വ്യവസായശാലയും കൈത്തൊഴിൽ അഭ്യസിച്ച സ്ത്രീകൾക്ക് ചെറുതെങ്കിലും ഒരു വരുമാനം ലഭ്യമാക്കാവുന്ന തൊഴിൽശാലയും ഇതിന് കീഴിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്.